ഈ കേസ് 29-ാം തീയതി കോടതിയിൽ വരുമ്പോഴും ആദ്യത്തെ കോടതിയിൽ വരുമ്പോഴും 30-ാം തീയതി സെഷൻസിൽ വരുമ്പോഴും ഇതുപോലെ തന്നെ പോലീസിൻ്റെ നിലപാട് ഞങ്ങൾക്ക് കസ്റ്റഡി വേണ്ടെന്നായിരുന്നു. അപ്പോൾ അതൊരു ഗ്രൗണ്ടല്ലേ? ആ ഗ്രൗണ്ടാണെങ്കിൽ അന്നേ ജാമ്യം കിട്ടണമല്ലോ. ജാമ്യം കിട്ടിയത് ഈ കോടതിയിൽ നിന്ന് വിശദമായി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് എന്തൊക്കെ എത്തി. ഇതിനിടയ്ക്ക് കോടതിയിൽ പെൺകുട്ടികളുടെ മൊഴി വന്നു. അത് 29-ാം തീയതി എത്തിയിട്ടില്ല. പെൺകുട്ടികളുടെ മൊഴി വന്നു, പെൺകുട്ടികളുടെ മാതാപിതാക്കളുടെ മൊഴി വന്നു. ഹാബിച്വൽ ഒഫൻഡേഴ്സ് അല്ല എന്നുള്ളതും ഇവർ FIR-ൽ ഇവർ കുറ്റം ചെയ്യുന്നതായി സംശയിക്കുന്നതേ ഉള്ളൂ എന്ന് കോടതിക്കും ബോധ്യപ്പെട്ടു. ഈ കോടതിക്ക് അങ്ങനെയാണ് ജാമ്യം കിട്ടുന്നതെന്നാണ് ഒരു സാധാരണ പൗരൻ നിലയിൽ, കോടതി വ്യവഹാരങ്ങളെ വിശ്വസിക്കുന്ന ആളെന്ന നിലയിൽ ഞാൻ കരുതുക. പക്ഷേ ഇന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട വാചകമുണ്ട്, ശ്രദ്ധിച്ചോ? ഈ ബഹളമുണ്ടായില്ലായിരുന്നെങ്കിൽ 3 ദിവസം മുമ്പേ ജാമ്യം കിട്ടിയേനെ. അത് നമ്മൾ ബഹളം വെച്ചില്ലായിരുന്നെങ്കിൽ ബുധനാഴ്ച 30-ാം തീയതി സെഷൻസ് കോടതി ജാമ്യം കൊടുത്തേനെ. അപ്പോൾ ഈ കോടതി മെറിറ്റ് നോക്കിയൊന്നും അല്ലേ പോകുന്നത്. നിങ്ങൾ തീരുമാനിക്കും, നിങ്ങൾ കാര്യങ്ങൾ തീരുമാനിക്കും, അതനുസരിച്ച് ജാമ്യം കിട്ടും. നിങ്ങൾ ബഹളം വെച്ചതുകൊണ്ട് ഞങ്ങൾക്ക് 30-ാം തീയതി ആ ഓപ്പറേഷൻ നടന്നില്ല, അതല്ലേ രാജീവ് ചന്ദ്രശേഖർ ഉന്നയിച്ചത്? വ്യംഗ്യമായി അതല്ലേ പറഞ്ഞത്? നിങ്ങൾ ബഹളം വെച്ചില്ലായിരുന്നെങ്കിൽ 30-ാം തീയതി 3 ദിവസം മുമ്പേ ജാമ്യം കിട്ടുമെന്ന് പറഞ്ഞാൽ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ്, അതിൻ്റെ അർത്ഥം എന്താണ്? കോടതി നിങ്ങളുടെ പോക്കറ്റിലാണോ?